വൈപ്പിനിലെ യാർഡിലാണ് ഈ നിർത്തിയിട്ട കപ്പലിന് തീപിടിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് സംഭവം പുറത്തേക്ക് അറിയുന്നത്. വലിയ രീതിയിൽ തീ പടർന്നതിനെ തുടർന്ന് പുറത്തേക്ക് അറിയുകയായിരുന്നു. അതായത് സർവീസിന് വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയതാണ് ഈ കപ്പൽ. സർവീസിനെത്തിയ കപ്പൽ ഏകദേശം സർവീസ് പൂർത്തിയാവുകയും ചെയ്തതാണ്. ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണ് കപ്പലിന് തീപിടിക്കാനുള്ള പ്രധാന കാരണം എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. നേരത്തെ ഉണ്ടായിരുന്ന നിലയിൽ നിന്ന് വലിയ മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ വലിയ രീതിയിൽ തീ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കപ്പലിൻ്റെ മുകൾ ഭാഗത്താണ് ഇത്തരത്തിൽ തീ പടർന്നു പിടിച്ചത്. അതിനുശേഷം മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരാൻ തുടങ്ങിയിരുന്നു. അഗ്നിരക്ഷാസേനയുടെ ഒരു വിഭാഗം എത്തി ആദ്യഘട്ടത്തിൽ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ ആരംഭിച്ചു. ഇത് വൈപ്പിനിലെ ഗവൺമെൻറ് സ്കൂളിൻ്റെ പിൻഭാഗത്തായിട്ടാണ് കാണുന്നത്. നമ്മൾ ഗോശ്രീ പാലത്തിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിൽ നിന്നുള്ള വിദൂരമായ ദൃശ്യങ്ങളിലാണ് നമ്മളിപ്പോൾ കപ്പൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പുലർച്ചെ 3 മണി മുതൽ അഗ്നിരക്ഷാ സേനയുടെ 2 അംഗ സംഘം തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൈപ്പിനിൽ നിന്നുള്ള അഗ്നിരക്ഷാ സംഘമാണ് നിലവിൽ അതിൽ കൂട്ടിച്ചേർന്നിരിക്കുന്നത്. തീ അണയ്ക്കാൻ പൂർണ്ണമായി സാധിച്ചിട്ടില്ല. എന്നാൽ പുറത്തേക്കുണ്ടായിരുന്ന തീ ഏറെക്കുറെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് അവിടെ നിന്ന് ഉയർന്ന പുകയാണ്. ഈ കപ്പലിലായതുകൊണ്ട് തന്നെ കെമിക്കൽ അടക്കമുള്ള കാര്യങ്ങളുടെ സാന്നിധ്യമുള്ളത് കൊണ്ട്, പെട്രോളിയം പ്രോഡക്റ്റുകളുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തീ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. തൊട്ടടുത്തുള്ള കപ്പലുകളിലേക്ക് മറ്റൊന്നും ഇത് പറഞ്ഞിട്ടില്ല. കപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബ്രഹ്മാണ്ഡ കപ്പൽ എന്ന് ചിന്തിക്കരുത്. ഒരു ഇടത്തരം കപ്പൽ എന്ന രീതിയിൽ തന്നെ വേണം പരിഗണിക്കാൻ. അത്തരത്തിലുള്ള ഒരു കപ്പലിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. സർവീസ് നടപടികൾക്ക് വേണ്ടിയിട്ട് വന്നതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആ സർവീസ് പൂർത്തിയാക്കി മടങ്ങാനൊക്കെ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏത് കപ്പൽ, എവിടെ നിന്നുള്ള കപ്പൽ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അഗ്നിരക്ഷാ സേനയും പോലീസും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരും ഇതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് കപ്പലുകളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ മറ്റ് സമീപത്തുള്ള ചെറു ബോട്ടുകളിലേക്കോ മറ്റോ കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ശ്രമങ്ങൾ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഏകദേശം കപ്പലിൻ്റെ മുകൾ തട്ടിൽ, അതായത് നമ്മളിപ്പോൾ ആ പുകയുയരുന്നതായി കാണുന്ന ഭാഗത്ത് ആണ് ആദ്യഘട്ടത്തിൽ തീ പുറത്തേക്ക് വന്നത്. പുലർച്ചെ 3 മണിയോട് കൂടി കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം തന്നെ അവിടെ വലിയ രീതിയിലുള്ള തീ കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ അവിടെ നിന്നുള്ള തീ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. അപ്പോഴേക്കും ആ കപ്പലിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായും കത്തിയ നിലയിലേക്കാണ് എന്നൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഈ കപ്പലിന് താഴെ നിന്ന് അഗ്നിരക്ഷയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പൂർണ്ണമായിട്ടും അകത്തേക്കുള്ള തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി കടന്നിട്ടുണ്ട്. അതായത് കപ്പലിൽ കയറി കപ്പലിനകത്തുള്ള തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം എടുത്തു പറയുന്നതിന് വേണ്ടിയിട്ട്. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ കരയിൽ നിന്നുകൊണ്ട് തീ അണയ്ക്കാനാണ് ശ്രമം നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ കപ്പലിനകത്ത് കയറി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.